നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് ഫണ്ടമെൻ്റലായിട്ടൊരു ബലഹീനതയുണ്ട്. നമ്മുടെ ജനങ്ങൾ ഇഷ്യൂ വരുമ്പോൾ ഈ അത്ര യൂണിറ്റി ഇല്ല. അതിവിടുത്തെ പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, അവരുടെ ലോയൽറ്റി വേറെ എവിടെയോ ആണ്. ഭരിക്കുന്നവർക്ക് തലവേദന ഉണ്ടാക്കുന്ന എന്ത് പ്രശ്നം വന്നാലും അത് രാജ്യദ്രോഹമാണേലും വേണ്ടില്ല, ഒന്നുമില്ല, അവർ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു. ഇവിടെ തന്നെ കോൺഗ്രസ്സിലെ ചിലർ നമ്മുടെ ഇറ്റാലിയൻ ഫാമിലി പറയുന്നത് ഇന്ത്യയുടെ പിടിപ്പുകൾ കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റിൻ്റെ CPM ജനറൽ സെക്രട്ടറി പറയുന്നു അത് ഇന്ത്യക്കാരുടെ കുഴപ്പമാണ്. പാകിസ്ഥാനിൽ തീവ്രവാദികൾ കയറി ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ താടിയുള്ള അച്ഛനെ പേടിയുണ്ടെന്ന് നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടു. താടിയുണ്ട് നമ്മുടെ അച്ഛന്, പക്ഷേ ആർക്കും പേടിയില്ല. ഇത് ചില സിനിമകളിലൊക്കെ കാണത്തില്ല. സിനിമകളിൽ തന്നെയല്ല, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും കാണാം. മല്ലന്മാർ, വലിയ കുസ്തിക്കാർ, വലിയ അഭ്യാസികളെന്നൊക്കെ പറയുന്നവർ ഏതെങ്കിലും എല്ലാവരെയൊക്കെ അടിച്ച് തോൽപ്പിക്കുന്നവരായിരിക്കും. എപ്പോഴേലും ഒരുത്തൻ തിരിച്ച് അടിച്ച് അവരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ പിന്നെ കണ്ടോളാം. എന്നിട്ട് അങ്ങോട്ട് മാറി എന്ന് പറയാം. അഭ്യാസ പ്രകടനങ്ങളും മസിലുകൾ പെരുപ്പിക്കുന്നതൊക്കെ കാണിക്കും. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും കുറേ പേര് കൂടി അവൻ്റെ സ്നേഹിതരൊക്കെ പറയും ഇവിടെ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം, സമാധാനപ്പെടുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഈ ആക്രമണം കഴിഞ്ഞപ്പോൾ ഇവിടെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നു, കരാറുകൾ പലതും ക്യാൻസലാക്കുന്നു, നാവികസേന അഭ്യാസ പ്രകടനം നടത്തുന്നു, സൈനിക മൂവ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ എംബസികളിലുള്ളവരെ അവരോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും പറയും അയ്യോ ഇന്ത്യ ആക്രമിച്ചേക്കരുത്, വലിയ യുദ്ധത്തിന് പോകരുത്, നമുക്ക് സമാധാനത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. എന്നിട്ട് അവർ പറയും വേണം സെക്യൂരിറ്റി കൗൺസിലിൽ പോയിട്ടൊരു പ്രമേയം പാസ്സാക്കാം, പാകിസ്ഥാനെ അപലപിച്ചുകൊണ്ട്. അപ്പം അത്രേ നടക്കുള്ളൂ എന്നറിയാം. അപ്പോൾ അതിനുവേണ്ടി കോലാഹലങ്ങളൊക്കെ കൂട്ടുന്നത്. ഈ പുൽവാമയുടെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് അന്ന് ചെയ്ത് ഇച്ചിരിയുടെ ശക്തമായ തിരിച്ചടിയായിരുന്നെങ്കിൽ അവർ ഒരു തവണയും കൂടി ആലോചിച്ചേരും. അന്ന് 10-40 ജവാന്മാർ കൊല്ലപ്പെട്ടെടുത്ത് നമുക്കൊരു 20 പേരെ അവരുടെ തീവ്രവാദികളെ കൊല്ലാൻ പറ്റും. ഇപ്പം നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ തിരിച്ചടിക്കുമ്പം തീവ്രവാദികൾ തന്നെ കൊല്ലപ്പെടണമെന്നില്ല. അതിന് 100 ഇരട്ടി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, ഇല്ല 1000 ഇരട്ടി. ഇതിപ്പോൾ 27 പേര് മരിച്ചെങ്കിൽ 27,000 പേര് അവരുടെ മരിക്കണം. ഇവിടെ നിരപരാധികളാണെങ്കിൽ അവിടെ നിരപരാധികൾ. ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. തീവ്രവാദി ക്യാമ്പ് എവിടെയൊക്കെ ഉണ്ടോ 100, 200, 500 ക്യാമ്പുകൾ ഉണ്ടാകട്ടെ, ഈ 500 എണ്ണത്തിലും ആക്രമിക്കണം. ഒരു ദിവസം കൊണ്ടല്ല, 50 ദിവസം കൊണ്ട് ആക്രമിക്കും. അപ്പം അങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചാൽ അവർക്കറിയാൻ അടുത്ത തവണ ചെയ്യുമ്പോൾ പ്രത്യാഘാതം ഇതായിരിക്കും. ഈ പ്രത്യാഘാതം ചെറുതായിരിക്കുന്നതുകൊണ്ടാണ് പിന്നെയും കഴിഞ്ഞ 75 വർഷമായിട്ട് പാകിസ്ഥാനികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഒന്ന് ഒരു ക്യാമ്പിൽ പോലും, അവരുടെ തീവ്രവാദ ക്യാമ്പിൽ പോലും നമുക്ക് കയറി അടിക്കാൻ പറ്റിയിട്ടില്ല. ധൈര്യമില്ലേ? എന്തേലും ഉണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ തന്നെ എമ്പിടിപ്പേരുണ്ട് ഈ പാകിസ്ഥാൻ്റെ ചാരന്മാർ. അത് കോൺഗ്രസ്സിലും ഉണ്ട്, CPMലും ഉണ്ട്, അല്ലാത്ത പാർട്ടികളിലും ഉണ്ട്. ഇവരൊക്കെ കൂടി ഒരു ഹ്യൂ ആൻഡ് ക്രൈ അന്നേരം അങ്ങ് സൃഷ്ടിക്കും. അയ്യോ പാകിസ്ഥാനോട് കളിക്കരുത്, അവരുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, ന്യൂക്ലിയർ ബോംബുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയാൽ അവരിടും ഇവിടെ. ഇങ്ങനെ പറഞ്ഞ് ഗവൺമെൻറ്റിനെ അങ്ങ് പിന്തിരിപ്പിക്കും. ഗവൺമെൻറ്റിലുള്ള പ്രധാനമന്ത്രിക്കായാലും ഗഡ്സില്ല. ഈ ഗഡ്സില്ലാത്തതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 75 വർഷം ഈ BJP വാജ്പേയി പ്രധാനമന്ത്രി ആകുന്നോടം വരെ ഇസ്രായേലിനെ അംഗീകരിക്കാൻ പോലും നമുക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം ഇസ്രായേലിനെ അംഗീകരിച്ച അറബ് രാജ്യങ്ങൾ നമ്മളോട് പിണങ്ങും എന്ന് ഇവിടെയുള്ളവരങ്ങ് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇവർക്കൊക്കെ അറിയണ്ടേ, ഈ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും സൈനിക സഹായം, സാമ്പത്തികം എല്ലാം ചെയ്യുന്ന അമേരിക്ക. പക്ഷേ അമേരിക്ക വഴി അറബ് രാജ്യങ്ങളാരും പിണങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോൾ 98 വാജ്പേയി അംഗീകരിച്ചപ്പോൾ ഇന്ത്യയോട് ഇവരാരും പിണങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈ ഉണ്ടാക്കി പാകിസ്ഥാനെതിരെ ഒന്നും ചെയ്യിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ള അജണ്ട ഉള്ളവരുണ്ട് ഇന്ത്യയിലെങ്കിൽ. അത് ഇറ്റാലിയൻ കോൺഗ്രസ്സിലുമുണ്ട്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുണ്ട്. ഇവരുടെയൊക്കെ താല്പര്യം നമ്മൾ ഇച്ചിരി വീക്കായിരുന്നു കഴിഞ്ഞാൽ
പല ഗുണങ്ങളുണ്ട്. അവരുടെ രാജ്യക്കാർക്ക് ഇവിടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ വീക്കായിരുന്ന ചൈനയ്ക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. ഇപ്പോൾ തന്നെ ഇനിയിപ്പം നോക്കിക്കോ, നമ്മളിവിടെ വലിയ ഒച്ചപ്പാട് ഇതിന് പ്രതികാരം ചെയ്യും, ഇതിന് മറുപടി കൊടുക്കും, അത് തീക്ഷ്ണമായിരിക്കും എന്നൊക്കെ വാചകം അടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചൈന പറയും പാകിസ്ഥാൻ ഒറ്റയ്ക്കായിരിക്കില്ല നിർണായക ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഇവിടെ പയ്യെ മുടങ്ങും. ഇതുപോലെ നമ്മുടെ ഇറാൻ കണ്ടില്ല, അവിടെ ഇസ്രായേലിനെ അമേരിക്കയൊക്കെ പലതവണ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പേടിക്കാതെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടില്ല. ഇങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ കോൺഫിഡൻസും വരും, കറേജും വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടതൊരു കൺവിക്ഷനാണ്. ഇവർ ഈ ഇടയ്ക്കിടെ കൂടെ ഇങ്ങനെ ചെയ്യുന്നതിന് ഓരോ തവണയും തിരിച്ചടിക്കുന്നത് അവരുടെ അന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ മുഴുവൻ ഓർത്തിരിക്കും. അതായത് ഇന്നിപ്പോൾ ഒരു തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അറിവുള്ള ഒരു 15 വയസ്സ് തൊട്ട് അവരൊരു 60 വയസ്സാകുന്നതുകൊണ്ട് വരെ ഇത് ഓർത്തിരിക്കണം. അതായത് 45 കൊല്ലക്കാലത്തേക്ക് ഇവർ പിന്നെ 10 പൊക്കരുത്. അതായത് 26 പേര് മരിച്ചോടത്ത് 26,000 പേര് അവരുടെ പാകിസ്ഥാനികളെ ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ പറഞ്ഞ ചില പാർട്ടിക്കാരൊക്കെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ നോക്കും. അയ്യോ പാകിസ്ഥാനിലെ ന്യൂക്ലിയർ ബോംബുണ്ട്, നമ്മളതുകൊണ്ട് നയതന്ത്ര തലത്തിലൂടെ ഇതിനൊരു പരിഹാരം കാണാൻ നോക്കണം. നയതന്ത്ര തലത്തിലൂടെ കഴിഞ്ഞ 75 കൊല്ലമായിട്ട് പരിഹാരം നോക്കിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളിടത്തൊക്കെ റുത്ത്ലെസ് ആയിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരൊക്കെ പിന്തിരിക്കത്തുള്ളൂ. ഇപ്പോൾ ചൈനയിൽ എപ്പോഴേലും ഒരു തീവ്രവാദാക്രമണം നടക്കുന്നു, ഉത്തര കൊറിയ നടക്കുന്നു. പക്ഷെ പേടിയുള്ള അവരുടെ രാജ്യങ്ങളിൽ ആരും ചെയ്യത്തില്ല. അവർക്കറിയാം ഇത് ഏതെങ്കിലും അവിടെ തന്നെ ഉള്ളവരാണ് അവരെല്ലാ തീവ്രവാദികളെയും പിടിച്ച് പിന്നെ അവർ നാമാവശേഷമാക്കും. പിന്നെ അയൽവക്കത്തെ സമീപ അയൽ രാജ്യങ്ങൾ അവരെ താവളം കൊടുക്കുകയാണെങ്കിൽ അയൽ രാജ്യത്തിൽ കയറി അടിച്ച് നിരപ്പാക്കും. അതുകൊണ്ട് ആരും പേടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ത്യക്ക് ധൈര്യമുണ്ടോ ചൈനയ്ക്ക് എതിരെയുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് താവളം കൊടുക്കാൻ? ധൈര്യമില്ല. എന്നാൽ നമ്മൾ ശ്രീലങ്കയ്ക്കെതിരെയുള്ളതിന് കൊടുത്തായിരുന്നു ഒന്ന് LTT. അപ്പം പേടിയുണ്ടെങ്കിൽ അവരോട് കളിക്കുന്ന എല്ലാവരും സൂക്ഷിക്കും. അപ്പോൾ ഒരു ഭയം ക്രിയേറ്റ് ചെയ്യാനുള്ള തൻ്റെ ഇടം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയിലെ 150 കോടി ജനങ്ങളും വിസ്തൃതമായ രാജ്യമാണ്. പാകിസ്ഥാന് എന്ത് ന്യൂക്ലിയർ അല്ല, ഏത് ഹൈഡ്രജൻ ബോംബല്ല, സൂര്യനെ തന്നെ താഴോട്ട് കൊണ്ടിരുന്നു പറഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചടിക്കാൻ അതുപോലുള്ള ധൈര്യം മാത്രം മതി. പിന്നെ ഒരു ന്യൂസ് കണ്ടു, പാകിസ്ഥാനിൽ വന്ന് ഹമാസിൻ്റെ നേതാക്കൾ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി, വീഡിയോസൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ നേരത്തെ ഇൻ്റലിജൻസിന് കിട്ടിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രിക്കോഷൻ എടുത്തില്ല? എന്തുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തിയില്ല? ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുന്നത് വെച്ചാൽ ഹമാസ് വന്ന് ട്രെയിനിങ് കൊടുക്കുന്ന ഏതായാലും അവിടെ വേറെ കാര്യത്തിന് വേണ്ടിയൊന്നുമില്ല. അവർ പാകിസ്ഥാനികളെ ഹാസെ കൊണ്ടുപോയിട്ട് യുദ്ധം ചെയ്യിപ്പിക്കാനൊന്നുമല്ല, ഇന്ത്യക്കെതിരെ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇന്ത്യ അവിടെ ഇസ്രായേലിനാണ് സപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രതികാരം ചെയ്യും. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഇൻ്റലിജൻസ് മുഖേന നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒരു മുൻകരുതൽ എടുത്തില്ല? ആ ഒരു ചോദ്യം അവിടെ കിടക്കുകയാണ്. ഈ പട്ടാളക്കാരുടെ ക്യാമ്പുകളിൽ അവർ വൈകുന്നേരം റമ്മു അടിച്ച് കിടന്നുറങ്ങുകയല്ല ചെയ്യേണ്ടത്. ഈ കാശ്മീരിലൊക്കെ അവിടെയുള്ള 10 പേരുടെ യൂണിറ്റുകൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഇവർക്ക് ചെറിയ ക്യാമ്പുകൾ കൊടുക്കണം. ഒരു 3, 4, 5 കിലോമീറ്റർ ഇടവിട്ട് അവിടെ എല്ലാവരും നിരീക്ഷിക്കട്ടെ. ഇവർക്ക് റെസ്പോൺസ് ടീമിന് ഹെലികോപ്റ്റർ സഹിതം ഉണ്ടാക്കി നിർത്തിയാൽ മതി. ഇവർ 10, 500, 1000 പേര് വരെ ബറ്റാലിയനിലുള്ളവർ എവിടെയെങ്കിലുമൊക്കെ രാത്രിയിലൊന്നും കള്ളും അടിച്ച് കിടന്ന് സൂഹിക്കുക. പിന്നെ എങ്ങനെ ഈ നുഴഞ്ഞു കയറിയിട്ട് അവർ ഇത്ര ഇൻറ്റീരിയറിലോട്ട്, പലഗാമിലും അല്ലെങ്കിൽ ഉദംപൂരിലൊക്കെ ഇത്ര ഇൻറ്റീരിയറിലോട്ട് എങ്ങനെ എത്തി, എപ്പോൾ എത്തി? അതിർത്തി കിടന്നു. അവിടുന്ന് 10, 100, 150 കിലോമീറ്റർ അതിർത്തി കിടന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം ലാക്സിറ്റി, ഈ ലാക്സിറ്റിയാണ് മാറ്റിയെടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ കിടന്ന് മുറവിളി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ജോലി ചെയ്യേണ്ടവർ അവരുടെ ജോലി ചെയ്യണം, അല്ലേ ചെയ്യിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു.